അച്ചയൻസ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ കുറച്ച് അച്ചായന്മാരുടെ കഥയാണ്. അതിൽ ജയറാമേട്ടന്, ഉണ്ണി മുകുന്ദൻ, അതുപോലെ ഞാൻ അവതരിപ്പിക്കുന്ന എൻ്റെ ക്യാരക്ടർ സഞ്ജു ശിവറാം, പ്രകാശ് രാജ് സാറിൻ്റെ ക്യാരക്ടർ, അങ്ങനെ ഒരുപാട് പേരുടെ ക്യാരക്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫൺ ഫിൽഡ് മൂവിയാണ്. ലൈക്ക് മൂവി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫൺ ഫിൽഡ് മൂവി എന്നതിലുപരി ഒരു ത്രില്ലർ റൂട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ്. എൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ ഞാനിതിലൊരു വളർന്നു വരുന്നൊരു പാർട്ടി, PC ജോർജ് സാറിൻ്റെ, നമുക്കറിയാം കേരളത്തിലെ ഒറ്റയാൻ ആണ് PC ജോർജ്. തിരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ ഒറ്റയ്ക്കും മത്സരിച്ച് വിജയിക്കുന്ന സ്റ്റാറാണ്. അപ്പോൾ അദ്ദേഹത്തിൽ ഒരുപാട് വിശ്വാസമുള്ള, എന്ത് പ്രതിസന്ധി വരുമ്പോഴും PC ജോർജ് സാറ് സഹായത്തിനുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന എബി തോട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എബി കാണുന്ന പ്രശ്നത്തിലൊക്കെ പോയി തലയിട്ട് അത് കുളമാക്കി അതിൽ എന്താ പറയുക, അതിൻ്റെ ഭവിഷ്യത്തുകൾ ബാക്കിയുള്ളവരെയും കൂടി ചേർത്ത് അനുഭവിക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ എബിയുടെ ഈ ഒരു എടുത്തുചാട്ടം കാരണം എന്താ പറയുക, അച്ചായന്മാർക്ക് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആൻഡ് PC ജോർജ് സാറുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മുടെ ഒരു ഇൻട്രോ സീനിൽ തന്നെ ആയിരുന്നു PC ജോർജ് സാറിൻ്റെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. PC ജോർജ് സാറിൻ്റെ ഒരു ഭയങ്കര ഒരു സെസ്റ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു സംഭവത്തിനോട് എതിർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പവർ. അതുപോലെ തന്നെയാണ് എബിയും. എബി എതിർപ്പുകൾ, എന്തെങ്കിലും ഒരു കാര്യത്തിനോട് റിയാക്ട് ചെയ്യണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഫൺ ഫിൽഡ് എൻ്റർടൈൻമെൻറ്റ് കാണാനുള്ള താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സിനിമയാണ് അച്ചായൻസ്. കാരണം ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ സിനിമയിൽ അച്ചായൻസ് ആണ് നായകന്മാർ. ഈ 4 പേരും നായക സ്ഥാനത്തുള്ളവരാണെങ്കിൽ കൂടെയും സിനിമയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് ഇവരെല്ലാം തന്നെയാണ് പ്രതിനായകരാകുന്നതും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ അച്ചായൻസ് കാണാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക താല്പര്യം ഉണ്ടാവേണ്ടത്, ബിക്കോസ് ഹീറോസ് തന്നെ വില്ലൻസ് ആവുന്ന ഒരു സിനിമയായിരിക്കും അച്ചായൻസ്. അതൊരു പുതിയ അനുഭവമായിരിക്കും. ആൻഡ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രകാശ് രാജ് സാറിൻ്റെ ഒരു വളരെ നിർണായകമായ ക്യാരക്ടറോട് കൂടിയിട്ടാണ് സിനിമയുടെ ഗതി മുഴുവനായിട്ട് മാറുന്നത്. ആൻഡ് അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഈ സിനിമയെ ഒരു ത്രില്ലർ റൂട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴും നിങ്ങൾ വിചാരിക്കും എന്ത് ടൈപ്പ് ഓഫ് ജോണറിൽ വരുന്ന മൂവിയാണെന്ന്. ഇറ്റ്സ് ലൈക്ക് ഫൺ ഫിൽഡ് ത്രില്ലർ. ഇറ്റ്സ് എ സ്പെഷ്യൽ ജോണർ. നമസ്കാരം, എൻ്റെ പേര് ശരണ്യ ആനന്ദ്, അടൂരാണ് സ്വദേശം. DNVP ബാനറിൽ ഞാനും ഒരു പങ്കാളിയാണ്. അച്ചായൻസ് മൂവിയിൽ എനിക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് പെർഫോം ചെയ്യാനായിട്ട്. ഡയറക്ടർ കണ്ണൻ താമര സാറാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നത്. ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. ക്യാമറ സാർ പ്രദീപ് നായർ സാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫ്രഷേഴ്സിന് നല്ല സപ്പോർട്ടീവാണ്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഫേവറേറ്റ് അമല പോൾ ആൻഡ് ജയറാം ചേട്ടൻ്റെ കൂടെ എനിക്ക് ഈ മൂവിയിൽ ഒരു പങ്കാളിയാവാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട് ഇതിൽ. ഉണ്ണി മുകുന്ദനുണ്ട്, സിദ്ദിഖ് സാറുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ഫൺ ട്വിസ്റ്റ് ആയിട്ടുള്ള, ട്രാജിക് ആയിട്ടുള്ള മൂവിയാണ്. എല്ലാവർക്കും നല്ല എൻ്റർടൈനിങ് കിട്ടുന്ന ഒരു മൂവിയാണ്. എല്ലാവരും പൈസ വസൂൽ മൂവീസ്. സോ എല്ലാവരും ഇത് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അച്ചായൻസ് ഒരു ഫുൾ ആൻഡ് ഫുൾ എൻ്റർടൈനർ മൂവിയാണ്. ഒരു ഫൺ സസ്പെൻസ് ത്രില്ലറാണ്. ശരിക്കും ഇതിനകത്തൊരു 5 നായകന്മാർ, 4 നായികമാർ എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഒരു ഹീറോയിൻ കൺസെപ്റ്റ് അല്ല ഈ അച്ചായൻസിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പോൾ ജയറാമേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന റോയി എന്ന് പറഞ്ഞ ജയറാമേട്ടൻ്റെ ക്യാരക്ടർ, ജയറാമേട്ടൻ്റെ ബ്രദേഴ്സായിട്ടാണ് ബാക്കിയുള്ള ഉണ്ണി മൂന്നൻ ചെയ്യുന്ന ക്യാരക്ടർ, ആദിൽ ചെയ്യുന്ന ക്യാരക്ടർ, സഞ്ജു ശിവറാം, ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഒരു വൺ ഓഫ് ദ മെയിൻ റോളാണ് പ്രകാശ് രാജ് സാറ്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം പ്രകാശ് രാജ് സാറ് മലയാളത്തിൽ വരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സാണ്. അമല പോൾ ചെയ്യുന്ന റീത്ത എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ അച്ചായൻസിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ 2 നായികമാർ കൂടിയുണ്ട്, അനു സിതാര, ശിവത. ഇതിനകത്ത് ഒരു ക്യാരക്ടറിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ക്യാരക്ടറിൻ്റെ പിന്നിലും ഒരു സസ്പെൻസ് ഉണ്ട്. ഇപ്പം അമല പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു മേക്ക് ഓവറാണ്. ഒരു വേറൊരു റേഞ്ചുള്ള ഒരു ക്യാരക്ടറാണ്. അതിപ്പോൾ നമ്മൾ കുറേ ഷൂട്ട് ചെയ്ത് അമല ഗംഭീരമായിട്ട് റോള് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമലയുടെ ക്യാരക്ടർ റീത്ത എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള പെൺകുട്ടിയാണ്. അതിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു സസ്പെൻസ്. തീർച്ചയായിട്ടും ഒരു ഫുൾ എൻ്റർടൈനർ ആയിരിക്കും അച്ചായൻസ്.
ഒരുപാട് സസ്പെൻസുകളും ത്രില്ലും എല്ലാം തമാശയിലൂടെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. എൻ്റെ ഇതിൽ ക്യാരക്ടറിൻ്റെ പേര് റാഫി എന്നാണ്. റാഫി അച്ചായന്മാരിൽ ഒരാളാണ്. ഇതിൽ എല്ലാ ഈ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരെ കൊണ്ട് പ്രശ്നത്തിൽ ചാടിക്കുന്ന കൈൻഡ് ഓഫ് ഒരാളാണ്. വെറുതെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ ബേസിക്കലി ഇയാളൊരു കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തുന്നു. അവിടെ ചില്ലറ മോർഫിങ്ങും അങ്ങനത്തെ ചില തരികിട പരിപാടികളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഒരു ഫുൾ ഫണ്ണായിട്ട് പോകുന്നൊരു സിനിമയാണ്. ഒരു ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ഈവൻ സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഒരു കുറേ അതിൽ ഈ പറയുന്ന റാഫിയുടെ ക്യാരക്ടറിന് കുറേ ഓൺ ദ ഹ്യൂമർ സൈഡാണ് ഓൾവേസ്. കുറച്ച് സീരിയസ് സിറ്റുവേഷൻസ് വരുന്ന സമയത്തും ഇയാൾ ഒന്ന് ലൈറ്റർ മൂഡാണ്. പിന്നെ ഇതിനകത്ത് ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ജയറാമേട്ടൻ, പ്രകാശ് രാജ് സർ, ഉണ്ണി, ആദിൽ, ദെൻ അമല പോൾ, ദെൻ അനു സിതാര, ശിവദ, അങ്ങനെ ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റ് ഈ സിനിമയിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു സ്റ്റാർ കാസ്റ്റ് കൊണ്ട് തന്നെ ഭയങ്കര റിച്ചാണ് ഈ സിനിമ. ദെൻ ഭയങ്കര കളർഫുള്ളാണ്, ഭയങ്കര ഒരു ഹ്യൂമറസ് അല്ലെങ്കിൽ ഫൺ ഇതിൽ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നവർക്കും അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും കാണുമ്പോഴും ഉണ്ടാവും. എല്ലാ പോർഷൻസും ഭയങ്കര രസമായിട്ടാണ് പോയി. നല്ല ലൊക്കേഷൻസും ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഷോട്ട് ആയിട്ടൊരു സിനിമയാണ്. പ്രദീപേട്ടനാണ് അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്, പ്രദീപ് നായർ. ദെൻ പിന്നെ ഇതിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ കണ്ണൻചേട്ടനായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാൻ. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഫുൾ നമ്മൾ എന്ത് ചെയ്യണം, എത്ര ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത്രയും വേണം എനിക്ക്, അല്ലെങ്കിൽ ഓൾവേസ് എപ്പോഴും ഒരു പുതിയ സെറ്റിലാണെങ്കിൽ ഭയങ്കര ഇംപ്രൊവൈസേഷൻസും ഒക്കെ ചെയ്യാൻ നമുക്കും ഫ്രീഡം തരുന്ന കൈൻഡ് ഓഫ് ഒരാളാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര കംഫർട്ടബിൾ സെറ്റായിരുന്നു. ദെൻ ജയറാമേട്ടനൊപ്പം വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നു. പ്രകാശ് രാജ് സർ എന്ന് പറയുന്ന ഒരു വലിയൊരു ആക്ടർ, അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്ന ഒരു ബ്ലെസ്സിങ് ആണ്, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഒരു ഏർലി സ്റ്റേജ് ഓഫ് മൈ കരിയർ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. ആൻഡ് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ വി വിൽ ബ്രിങ് അവർ ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. ആൻഡ് മൊത്തത്തിൽ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ചിരിക്കാനും രസിക്കാനും അങ്ങനെ ഒരു ത്രില്ലടിപ്പിച്ച് പോകുന്നൊരു ടോട്ടൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കും സിനിമ. പ്രേക്ഷകരോട് പറയുന്നത് വെച്ചെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പോയി കാണുക. നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഒരു സാധനം പോലും ഈ സിനിമയില്ല. ഭയങ്കര രസകരമായിട്ട് പോയി എൻജോയ് ചെയ്ത് വരാവുന്ന ഒരു ലൈറ്റ് മൂഡിലുള്ള ഒരു സിനിമ. ആൻഡ് കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കുറച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫൺ ഫീൽഡ് ഒരു സിനിമയായിരിക്കും. പ്യുവർലി ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഔട്ടിങ് പോലെ പോയി കണ്ടുവരാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു സിനിമയായിരിക്കും. എല്ലാവരും എൻജോയ് ചെയ്യുന്നത് തന്നെയാണ് ഒരു 100% ബിലീഫ്.